എന്താണെന്നറിയോ? ഇതാ എൻ്റെ കൂട്ടുകാരി എനിക്ക് ഇച്ചിരി ഈന്തിൻ്റെ പൊടി കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം അത് വെച്ചിട്ട് നമുക്കൊരു പിടിയും ചിക്കനും ഉണ്ടാക്കാം. പക്ഷെ ഇന്നത്തെ നമ്മുടെ പിടിയും ചിക്കനും സെപ്പറേറ്റ് അല്ല, ചിക്കനും പിടിയും കൂടെ ഒന്നിച്ചുള്ള നല്ല അടിപൊളി ഒരു ഡിഷാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. 1 ഗ്ലാസ് ഈന്തിൻ്റെ പൊടിയാ, അതുപോലെ തന്നെ 1 ഗ്ലാസ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് നമുക്ക് എല്ലാവർക്കും പിടിക്കത്തില്ല. ഇത് പിന്നെ ഈ തിളയ്ക്കുന്നത് എന്താണെന്നറിയോ? ഈ ചിക്കൻ്റെ വേസ്റ്റ് ഇല്ലേ, ബോൺലെസ് ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിനകത്ത് കുറച്ച് ബോണൊക്കെ ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് ആ വെള്ളം എടുക്കുക. ആ ചിക്കൻ്റെ സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ഇല്ലേ, പിടിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ അതാണ് അടുപ്പ് വെച്ചിരിക്കുന്നത്. ഇത് ഇത്രയും സാധനങ്ങളൊന്നും ഇരിക്കുന്ന കണ്ടിട്ട് പേടിക്കണ്ട. സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പിടി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കാവേ. ഇത് കണ്ടോ, എല്ലൊക്കെ ഇട്ട് നമ്മൾ ആ ചിക്കൻ്റെ സ്റ്റോക്ക് തിളച്ചു. ഇനി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തേ. പിടി ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് ഇത് ഇങ്ങനെ ഈ സ്റ്റോക്കിൽ, ചിക്കൻ സ്റ്റോക്കിൽ നമ്മൾ പിടി ഉണ്ടാക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പീസ് ചാടിയിട്ടുണ്ട്, അതങ്ങ് എടുത്തേക്കാം. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പീര, പിടിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. ചിക്കൻ ആവശ്യമുള്ളത് നമ്മൾ അത് അടുത്ത സ്റ്റെപ്പ്. തേങ്ങ കുറച്ചിത്, ഒരു ചെറിയ ബൗള് തേങ്ങ ചേർത്തു. ഒരു പിഞ്ച് ചെറുജീരകം ചേർത്തു. പാകത്തിന് ഉപ്പ് ചേർക്കണേ. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് പൊടി ഇട്ട് കൊടുക്കാം. ഈന്തിൻ്റെ പൊടി ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടി, അല്ലെങ്കിൽ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, ഇത്രയും ചേർക്കാം. നമുക്കിത് കുഴയ്ക്കണം. വെള്ളത്തിൽ ഉപ്പിടുമ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ, ടേസ്റ്റ് നോക്കണേ. ഇനി സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ പിടിക്കൊന്ന് നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് തട്ടി കൊടുക്കണേ. ചൂടല്ലേ, നല്ല ചൂടല്ലേ. ഇനി നമുക്കിത്, നല്ല ചൂടുണ്ട്, കുഴച്ചെടുക്കണം കേട്ടോ. കയ്യിൽ ഇച്ചിരി വെള്ളം തടവിക്കോ, അല്ലെങ്കിൽ ചൂട് നമുക്ക് സഹിക്കൂല. കയ്യിൽ ഇച്ചിരി വെള്ളം തടവി കയ്യെ ഇച്ചിരി വെളിച്ചെണ്ണ തടവണേ. കയ്യെ ഇച്ചിരി വെളിച്ചെണ്ണ തടവിയിട്ട് ഒന്നുകൂടെ കുഴയ്ക്കണം. എന്നാലേ നമ്മുടെ പിടിക്കൊരു മയം കിട്ടുള്ളൂ. ഒരേ ലെവലിൽ നമുക്ക് ബോൾസ് കിട്ടണേ, എന്നാലേ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ചൂടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ, ചെറിയ ചെറിയ ബോൾസ് ആക്കണേ. ഇങ്ങനെ പിച്ചി പിച്ചി ഇട്ടിട്ട് പിടി ഉരുട്ടുന്നു. ഇങ്ങനെയല്ലേ നമ്മൾ എല്ലാം ഇതുപോലെ ചെറിയ ഇതുപോലെ ആക്കി ഉരുട്ടിയെടുക്കണേ. ഈ പണി ആദ്യം തീർത്താൽ തന്നെ നമുക്ക് വേഗം പിടി റെഡിയാക്കാം. അല്ലെങ്കിൽ പിള്ളേരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവരെ ഒന്ന് ഏൽപ്പിച്ചാൽ മതി, ഒരെണ്ണം കാണിച്ചു കൊടുത്തിട്ട്. അപ്പോൾ അതാ ഞാനും ഇതുപോലെ തന്നെ പിള്ളേരെ ഏൽപ്പിക്കുകയാണ്, അവധിയല്ലേ. അപ്പോൾ അവരിത് ഉരുട്ടി റെഡിയാക്കി കൊണ്ടുതരുവേ. നമ്മുടെ പിടിയൊക്കെ പിള്ളേർ ഉരുട്ടി തരട്ടെ, അവരുടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വേവിക്കാനുള്ള പരിപാടിയാണ്. 1/2 കിലോ ചിക്കനാണ് നമ്മൾ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതാ ഒരു 300 ഗ്രാം ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പാനൊക്കെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചെറിയുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാവേ. സവോളയെക്കാട്ടിലും ടേസ്റ്റ് ഈ ഒരു പിടിക്ക് ചെറിയുള്ളിയാണ് കേട്ടോ. അതുകൊണ്ട് ചെറിയുള്ളി തന്നെ എടുക്കണം, എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇട്ട് കൊടുക്കാവേ. നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. ചെറിയുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. പിന്നെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാണ്. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയും ഗരം മസാലയാണ് ആവശ്യം. പിന്നെ 2-ാം പാലും 1-ാം പാലും, കറിവേപ്പില, മല്ലിച്ചപ്പ് ചതച്ച് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം.
ഇതിലേക്ക് തന്നെ പച്ചമുളക്, നല്ല എരിവുള്ള മുളകാണേ, അതുകൊണ്ട് ഇത്രയും ചേർത്താൽ മതി. ഇനി കുരുമുളക് ഇതിനകത്ത് വരും. കുറച്ച് കറിവേപ്പില, ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചച്ചവയൊന്ന് മാറിക്കോട്ടെ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാവേ. ആദ്യം കൊടുക്കാം. ഇനിയില്ലേ മൂടി വെച്ച് ചെറുതീയിൽ ചിക്കൻ വേകണം. വെള്ളം ഒഴിക്കരുതേ, മൂടി വെച്ചേക്കുക. ചെറുതീയിൽ ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി അങ്ങ് വേകട്ടെ. ചിക്കൻ ഒന്ന് തുറന്ന് നോക്കണേ. കണ്ടോ, ചിക്കനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഗരം മസാല, 1 സ്പൂൺ ഇപ്പം ഇടാം, ചെറിയ സ്പൂണിന് 1 സ്പൂൺ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇടണം. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 സ്പൂൺ ഇട്ടേക്കാം. ചിക്കൻ കുറച്ചും കൂടെ ആവാനുണ്ട്. ചിക്കൻ ഒന്നും കൂടെ തുറന്ന് നോക്കുവാണേ. ചിക്കനൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ, നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി. 2ാം പാലം ഒഴിച്ചു കൊടുക്കും. ഇത് നല്ല പോലെ തിളയ്ക്കണം. മൂടി വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ പിടിയൊക്കെ ഉരുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, പലതും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ്, പല കൈകളിലൂടെ വന്നതല്ലേ. അപ്പൊ അതാ നോക്കിയേ, ഷേപ്പ് വലിപ്പത്തിനൊക്കെ ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, പിള്ളേർ നമ്മളോട് സഹകരിച്ചില്ല, മതി. അപ്പൊ നമ്മുടെ ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ 2ാം പാലൊക്കെ നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ല പോലെ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പിടി വാരി ഇടാവുള്ളേ. ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഈ ഇന്തുപിടി വാരി ഇടാവുള്ളൂ കേട്ടോ. നല്ല പോലെ തിളയ്ക്കണം, നല്ല പൊടിഞ്ഞു പോകും. ഇതാ, ഇനി നമുക്ക് പിടിയൊക്കെ ഇങ്ങോട്ട് വാരിയിടാം. പിടിയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക. ഒന്നും ഇളക്കരുത് കേട്ടോ, പിടി വേകാതെ ഇളക്കരുത്. ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം കലങ്ങി പോവും, പൊടിഞ്ഞു പോവേ. അപ്പം അതുകൊണ്ട് പിടി ഈ 2ാം പാലിൽ വെന്തതിന് ശേഷം മാത്രമേ നമ്മളത് ഇളക്കാവുള്ളൂ. നമ്മുടെ പിടി ഒന്ന് തുറന്നു നോക്കണ്ടേ, നോക്കിയേ, വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിടിയെല്ലാം പൊടിഞ്ഞു പോവും. ഇനി നമ്മളൊന്ന് ടേസ്റ്റ് നോക്കണം. കുരുമുളക് പൊടിയും ഗരം മസാലയും ഇനി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ, പാകത്തിന്. കുറേശ്ശെയാ ചേർത്തത്, കണ്ടോ. പതിയെ ഒന്ന് ഇളക്കി വിടണം കേട്ടോ. നമുക്കിപ്പം പാകത്തിന് വെള്ളവും ഒക്കെയാണ്. ഇനി 1ാം പാലും കൂടെ ഒഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇരുന്ന് കഴിഞ്ഞിട്ട് നല്ല പോലെ ഇത് കുറുകും കേട്ടോ. അപ്പം ഇത് ഒത്തിരി വെള്ളം നീണ്ടു പോയ പോലെയൊക്കെ ഉള്ള ഫീലാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് ഇച്ചിരി അരിപ്പൊടി എടുത്ത് പാലിനകത്ത്, തേങ്ങാപ്പാലിനകത്ത് ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി കേട്ടോ. തീയൊക്കെ ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് നമ്മുടെ 1ാം പാലം ഒഴിച്ചു കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് തിള വന്നോട്ടെ, ചെറുതായിട്ടൊരു തിള വന്നോട്ടെ. ആ സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണേ. കുറച്ച് മല്ലിയില. നമ്മുടെ പിടിക്ക് തിള വന്നിട്ടുണ്ട്. സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇതാ, മൂടി അങ്ങ് വെച്ചേക്കുക. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളിത് കഴിക്കാവുള്ളേ. ഇനി നമ്മുടെ പിടിയൊക്കെ ഒന്ന് തുറന്നു നോക്കണ്ടേ. നോക്കിയേ, നമ്മുടെ ചിക്കനും പിടിയും റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ഒരു ജ്യൂസി പരുവത്തിലാണ് ഞാൻ പറഞ്ഞില്ലേ. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ കുറുകും കേട്ടോ. നിങ്ങൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇച്ചിരും കൂടെ നല്ല പോലെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി അരിപ്പൊടി കലക്കി ഒഴിച്ചാൽ മതി. ഞാൻ ഒഴിക്കാത്ത എന്നാന്നറിയോ, ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ കട്ട പോലെ അങ്ങ് നല്ല പോലെ കുറുകി വരുവേ. പക്ഷെ ഇങ്ങനെ കുടിക്കാനാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ പിടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, കണ്ടോ.
ചൂടോടെ കഴിക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ, ഇരിക്കും തോറും കുറുകിക്കൊണ്ടിരിക്കും കേട്ടോ. നോക്കിയേ, ആദ്യം നമ്മുടെ ഒരു ഈന്തിന്റെ പിടി ആദ്യം കഴിച്ചു നോക്കാം. ആ തേങ്ങയുടെ ആ ഒരു ഇതും അതുപോലെ തന്നെ തേങ്ങാപ്പീരയുടെ ടേസ്റ്റും ജീരകത്തിന്റെ ടേസ്റ്റും ഒക്കെ പിടിയിലുണ്ട്. അതുപോലെ തന്നെ ഇനി ചിക്കൻ പീസ് കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കണം. 4 മണിക്കോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്ന ഒരു സാധനമാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. സൂപ്പർ ടേസ്റ്റാ. ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.